ഇതാണ് ആ ഫയർ ആക്സിഡന്റ് ഉണ്ടായിരിക്കാനുള്ള സിസ്റ്റമാണ് കേട്ടോ. നമുക്കൊരു 3 ടാങ്കിലുള്ള സിസ്റ്റംസ് ആണ് വരുന്നത്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളെ കാണിക്കാനുള്ളത്. ഈ കണ്ടോ, ഈ കാണുന്നത് നമ്മൾ പറയുന്നതാണ് ആ ഫയറിൻ്റെ ഡിക്റ്റേഷൻ, സ്മോക്ക് ഡിക്റ്റേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് സ്പ്രിംഗ്ലറും കൂടെയാണ്. വണ്ടിക്കകത്ത് വെള്ളം സ്പ്രേ ചെയ്യുന്നതായിട്ട് നമുക്ക് തീ പിടിച്ച് കഴിഞ്ഞാൽ വെള്ളം സ്പ്രേ ചെയ്യും. ലൈക്ക് ഉണ്ട്, ഇതിനകത്ത് ഒരു സ്റ്റെപ്പ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആക്സിഡൻസോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ സ്റ്റെപ്പ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്ത് ഔട്ട് ചാടി ഇറങ്ങാൻ പാകത്തിന്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ബസ്സിൽ കാണുന്നത്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഫയർ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ സിസ്റ്റം ഉള്ള ഏറ്റവും പുതിയ വോൾവോയുടെ 9600 മോഡലാണ്. B8R ആണ് വാഹനം വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് തിരുവനന്തപുരത്ത് തമ്പാനൂരുള്ള മോഡൽ സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള RTT ട്രാവൽസിനാണുള്ളത്. ഓക്കെ, അവരുടെ ഏറ്റവും പുതിയ ബസ്സാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ബസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ വാഹനത്തിനകത്ത് ഫയർ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ സിസ്റ്റം ഉണ്ട്. അതായത് നമ്മൾ സാധാരണ ഹോട്ടൽ റൂമുകളിലേക്കോ അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഫയറിൻ്റെ സിസ്റ്റംസ് അവിടെ കാണാണ്ട് വരും. ഒരു റെഡ് കുഴലും അതിനോടനുബന്ധിച്ചുള്ള കുറേ സാധനങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്പ്രിംഗ്ലേഴ്സ്, ഈ പറയുന്ന ടെറസിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഈ റൂഫിലൊക്കെ സ്പ്രിംഗ്ലേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഒന്ന് സിഗരറ്റ് വലിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തീ കത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്മോക്ക് ഡിറ്റക്റ്റ് ചെയ്യുകയും സ്പ്രിംഗ്ലേഴ്സ് ആക്ടിവേറ്റ് ആയിട്ട് വാഹനത്തിനകത്ത് അല്ലെങ്കിൽ ആ ഒരു കെട്ടിടത്തിനകത്ത് വെള്ളം വരുന്നത് മൂലം തീ അണയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ വോൾവോയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് വോൾവോ എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്, നമ്മളിന്ന് കാറുകളിൽ ഉപയോഗിക്കുന്ന സീറ്റ് ബെൽറ്റുകളുടെ അവർ ഇൻവെൻറ്റ് ചെയ്യുകയും അത് ഫ്രീ ആയിട്ട് പേറ്റൻ്റ് ഇല്ലാതെ മാലോകർക്ക്, അതായത് അപകടങ്ങളുണ്ടായ ആൾക്കാർ മരിക്കാതിരിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്തതാണ്. വോൾവോയുടെ ലക്ഷ്യം തന്നെ 0% ഫറ്റാലിറ്റിയാണ്, അതായത് മരണനിരക്ക് 0 ആക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ ഞാൻ വായിച്ചതൊക്കെ വെച്ച് മനസ്സിലാക്കുന്ന വോൾവോയുടെ XC90 എന്ന് പറഞ്ഞ കാർ ശരിക്കും പറഞ്ഞാൽ 0 ഡെത്ത്സ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. അപ്പം ഓരോ പോയിന്റിലും ഈ പറയുന്ന പോലെ ആക്സിഡൻസ് ഒഴിവാക്കി ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കുന്ന ഒരു കമ്പനിയാണ് വോൾവോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വോൾവോ ഇന്ന് ലോകത്തിൽ മികച്ചു നിൽക്കുന്നത്. ബസ്സിൻ്റെ സെഗ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സുഖപ്രദമായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും ആഡംബരപരമായിട്ടുള്ള യാത്ര നൽകാൻ കഴിയുന്ന ഒരു കമ്പനിയാണ് വോൾവോ എന്ന് പറയുന്നത്. നമുക്കറിയാം അതിനുശേഷം സ്കാനിയൊക്കെ വന്നെങ്കിലും വോൾവോയുടെ തൊട്ട് എപ്പോഴും താണ് തന്നെ ഇരിക്കും എന്ന് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഇത് 9600 സീരീസിൽ വരുന്ന ഒരു സിംഗിൾ ആക്സിൽ വോൾവോയാണ്. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ നമുക്ക് കുറേ വർഷങ്ങളായിട്ട് അവരുടെ ഒരു 9400 എന്ന് പറഞ്ഞ സീരീസാണ്. നമ്മൾ കോമൺലി എല്ലാവരും യാത്ര ചെയ്തിട്ടുണ്ടാവുക 9400-ലാണ്. എനിക്കതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെലിവറി ചെയ്ത വാഹനങ്ങളൊന്നും സൗത്ത് ഇന്ത്യയിൽ അയ്യപ്പ ട്രാവൽസ് ആയിരിക്കും. അവർക്ക് 9600 മൾട്ടി ആക്സിൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സിംഗിൾ ആക്സിൽ വേർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡിസൈനിലൊക്കെ 9400 നിന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കുറച്ചുകൂടെ എയറോഡൈനാമിക്കലായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലെങ്ത് വൈസ് പറയണമെങ്കിൽ നമുക്ക് 12 മീറ്ററാണ് വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. വീൽ ബേസ് 6200 mm ആണ് വരുന്നത്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഒരു ലെങ്ത് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ ആ ഒരു നെറ്റിത്തടം എന്നൊക്കെ പറഞ്ഞ ഏരിയ അത്യാവശ്യം നല്ല മുഴച്ചാണ് ഇരിക്കുന്നത്. ലൈക്ക് അതൊരു എയറോഡൈനാമിക് ഡിസൈൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്പനിയുടെ ഒരു ബ്രാൻഡിങ് RTT, രമ്യ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നാണ് പറയുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ടൂർ ഓപ്പറേറ്റേഴ്സാണ്. ഇവർക്ക് ധാരാളം ബസ്സുകളുണ്ട്, വോൾവോയും സ്കാനിയൊക്കെ ഉൾപ്പെടെയുള്ള ബസ്സുകളുണ്ട്. അപ്പോൾ അവരുടെ ഫ്ലൈറ്റിലേക്കാണ് പുതുതായിട്ട് ഈ ബസ് ആഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ഏരിയ കാണാം, ഒരു കർവ്ഡ് ആയിട്ട് വരുന്ന ഒരു ഗ്ലാസ് ഏരിയയാണ്. അതായത് നമുക്ക് അത് കൂടുതലും എയറോഡൈനാമിക് ഡിസൈൻ വേണ്ടിയാണ്. അതായത് കാറ്റ് ഇങ്ങനെ വകഞ്ഞ് മാറ്റി പോകാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കർവ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്കൊരു 3 സ്പ്ലിറ്റ് ആയിട്ട് വരുന്ന മിറേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും ഹീറ്റബിളും ആണ്. അതായത് നമുക്ക് മഞ്ഞൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വാഹനത്തിനകത്ത് നമുക്ക് ചൂട് കൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് നമുക്ക് ചൂടാക്കി ഫോഗ് നമുക്ക് റിമൂവ് ചെയ്യാണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ വോൾവോ ബസ്സിൻ്റെ കൊമ്പുകൾക്ക് അത്രയേറെ പ്രത്യേകതയുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഇലക്ട്രിക്കലി കൺട്രോളബിളും അഡ്ജസ്റ്റബിളും ഒക്കെ ആണ് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത്തരം വോൾവോ ബസ്സുകൾ വരുമ്പം ജനങ്ങളൊക്കെ ഒരുപാട് കൗതുകപൂർവ്വം, കാരണം നമ്മൾ കാറിലൊക്കെയാണ് ഇത്ര സിസ്റ്റംസ് കണ്ടുള്ളത്. അപ്പോൾ ബസ്സിലൊക്കെ അവർ ആ സിസ്റ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ 2 വൈപ്പേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ വോൾവോയുടെ ലോഗോ. അപ്പോൾ ഞാനത് പറയാതെ തന്നെ നമുക്കറിയാം നമ്മുടെ കാറുകളിലും ഒക്കെ നമ്മൾ ഈ ലോഗോ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ കാറുകളെക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോഗോ കണ്ടിട്ടുള്ളത് ബസ്സുകളിൽ തന്നെയാണ്. കാരണം നമ്മൾ ബാംഗ്ലൂർ, ചെന്നൈ അല്ലെങ്കിൽ വളരെ ദൂരം പോകുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ഓപ്ഷനായിട്ട് നോക്കുന്ന വോൾവോ മൾട്ടി ആക്സിലിൻ്റെ ബസ്സസ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ലോഗോ എല്ലാവർക്കും ഭയങ്കര സുപരിചിതമാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ താഴെയായിട്ട് ഉണ്ണി ഗണപതി എന്നൊരു സ്റ്റിക്കറിങ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദൃഷ്ടി കിട്ടാതിരിക്കാനുള്ളൊരു സാധനം ഇവിടെ
കൊടുത്തിട്ടുണ്ട്. ഗണപതിയുടെ ഒരു ചിത്രം അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ബസ്സുകളിനകത്തൊക്കെ കാണുന്ന പോലെ ക്യൂട്ടായിട്ടുള്ള 2 കണ്ണുകളും വാഹനത്തിനകത്ത് സ്റ്റിക്കറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ലൈറ്റുകളാണ്. അപ്പോൾ 9400 റൗണ്ട് ആയിട്ടുള്ള ഒരു 3 ക്ലസ്റ്ററായിട്ട് ലൈറ്റ്സ് വരുന്ന സമയത്ത് നമുക്കറിയാം ഇങ്ങനെ ഒരു പാനലിലാണ് ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ട്, ഇതൊരു വി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു DRLാണ്. ഒരു വി ഷേപ്പിലുള്ള ഒരു DRLുണ്ട്. 2 ചേമ്പേഴ്സിൽ ലൈറ്റ് വരുന്നത്, ഹൈ ബീമും ലോ ബീമും വരുന്നുണ്ട്. കൂടാതെ ഒരു ഫോഗ് ലാമ്പ് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ബിൽറ്റ് എന്ന് പറഞ്ഞാൽ വോൾവോയുടെ കമ്പനിയിൽ തന്നെ ബിൽറ്റ് ചെയ്തിരിക്കുന്ന ബോഡിയാണ്. അതായത് ഈ ഷാസിയും ബോഡി എഞ്ചിനും എല്ലാം അവരുടെ പ്ലാന്റിൽ തന്നെ ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ പുറത്താണ് ചെയ്യാറുള്ളത്, പക്ഷേ ഇത് വോൾവോയുടെ പ്ലാന്റിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലുള്ള കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ സൈഡിലേക്ക് നമുക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് എയർ ഓപ്പറേറ്റഡ് ആയിട്ട് വരുന്ന ഡോറുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനില്ല. അപ്പോൾ സൈഡിലെ ഒരു ഗ്ലാസ് ഏരിയ നമുക്ക് കാണാം. ഫുള്ളി നല്ല വീതിയുള്ള വലിയ ഗ്ലാസസ് ആണ്. ഇത് ശരിക്കും ടൂർ ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ഗ്ലാസിൻ്റെ ഇത് കണ്ടോ, 1 2 3 4 5 6 ഇതിനകത്ത് നമുക്ക് വരുന്ന 45 സീറ്റുകളാണ് വരുന്നത്. അപ്പോൾ അതിനകത്തൊരു ഗ്ലാസ് ഏരിയ എന്ന് പറഞ്ഞാൽ 6 ഡിവിഷനിലാണ് വന്നിരിക്കുന്നത്. അതായത് പില്ലേഴ്സ് ഒരു 6 എണ്ണം ഇതിനിടയ്ക്ക് 1 2 3 4 5 പില്ലേഴ്സേ വരുന്നുള്ളൂ. അപ്പം നമുക്ക് ഇടയ്ക്ക് ഈ പറയുന്ന പോലെ ഒരു കാഴ്ചയ്ക്ക് ഒരു വിസിബിലിറ്റിക്ക് കുറവുണ്ടാകത്തില്ല. അപ്പോൾ ഇത് മെയിനായിട്ട് ഇവർ ടൂർ ഓപ്പറേഷൻസിനാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, വോൾവോയുടെ ഒരു ലോഗോ നമുക്ക് ഇവിടെ കാണാം. ഇതുപോലെ BS6 വാഹനമാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഈ ഡോർ, എമർജൻസി ഡോറിൻ്റെ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് തുറക്കാൻ വേണ്ടിയുള്ള എമർജൻസി ഡോറിൻ്റെ ഇത് നമുക്ക് ഒരു സ്വിച്ചസ് അവിടെ കാണാനായിട്ട് വരും. എമർജൻസി സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഫ്യൂൽ ടാങ്ക് നമുക്കിവിടെ കാണാം, 450 ലിറ്ററാണ്. ഇത് കൂടാതെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ AdBlueൻ്റെ ടാങ്കും ഉണ്ട്, അത് 50 ലിറ്റർ വരും. അപ്പം ഇത് വാഹനത്തിൻ്റെ ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് 295/80 R22.5 പ്രൊഫൈൽ വരുന്ന ടയേഴ്സാണ്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഡിസ്ക് ബ്രേക്കുകളായിട്ടാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഭയങ്കര ബ്രേക്കിംഗ് എഫിഷ്യൻസി, ഇതുകൂടാതെ റിട്ടാർഡർ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു കളർ കോഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഓൾ ഇന്ത്യ പെർമിറ്റ് ആ ഒരു സ്റ്റൈലിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ഇങ്ങനത്തെ ആഡംബര ബസ്സുകൾക്കെല്ലാം വൈറ്റ് കളറിലേക്ക് മാറ്റണം എന്നുള്ളൊരു നിയമം നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു വൈറ്റ് കളറും ഒരു ബ്ലൂ ലൈനും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ലൈനും ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ എല്ലാം ഓരോ ലഗേജ് ട്രേകളാണ്. നമുക്ക് വോൾവോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈവൻ ഒരു ബൈക്ക് വരെ നമുക്ക് നിർത്തി കയറ്റിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇതിനകത്ത് ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു സ്റ്റോറേജ് ബോക്സ് പോലെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഈ ഒരു വശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫയർ പ്രിവെൻഷൻ സിസ്റ്റമാണ്. ഞാനത് അപ്പുറത്തുനിന്ന് കാണിക്കാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വലിയ ഒരു ഈ പറയുന്ന പോലെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നമുക്ക് ലഗേജ് വെക്കാനായിട്ട് ധാരാളം സ്ഥലങ്ങളുണ്ടെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇത്രയും ഏരിയ നമുക്ക് ഇത്രയും പാസഞ്ചേഴ്സിൻ്റെ ലഗേജസ് ഒക്കെ വെക്കാനുള്ള ഒരു ഏരിയ അവിടെ ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് 2 പുട്ടുകുറ്റി പോലെ 1-2 സാധനങ്ങൾ ഇരിപ്പുണ്ട്. അത് കുറച്ചുകൂടെ ഒരു ക്ലോസർ ലുക്കിൽ അപ്പോഴത്തേക്ക് വരുമ്പോഴത്തേന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതാണ് വാഹനത്തിൻ്റെ നമ്മൾ ഈ ഒരു പാഴ്സൽ ട്രേ നമ്മൾ ഓപ്പൺ, അല്ലെങ്കിൽ പാഴ്സൽ ഏരിയ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ AdBlueൻ്റെ ടാങ്ക് ഈ വശത്ത് തന്നെയാണ് കേട്ടോ. അത് നമുക്ക് ഇവിടെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഫ്രണ്ടിൽ നമുക്ക് ഡബിൾ സെറ്റ് ടയേഴ്സ് ഉണ്ട്, 10 ബോൾട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതുപോലെ നമ്മൾ ഇനി ബാക്കിലേക്ക് വരുന്ന സമയത്ത് ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പം ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈൽ വളരെ മനോഹരമായിട്ടുള്ള ബാക്ക് പ്രൊഫൈലാണ്. മുകളിലൊരു ഗ്ലാസ് ഏരിയ ഉണ്ട്, അതിനകത്ത് മുകളിലൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിനകത്ത് 3ഓളം ക്യാമറകൾ സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. RTTയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വോൾവോയുടെ ആ ലോഗോ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഫ്രണ്ടിലുള്ള ലോഗോ പോലെയല്ല, ബാക്കിലെ ലോഗോ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എൻജിൻ ബേയും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഈ ബാക്ക് സൈഡ് എല്ലാം ഫൈബർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പഴയ 9400 മെറ്റലായിട്ടാണ് വരുന്നത്, പക്ഷേ ഒരു ഫൈബർ ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ എഞ്ചിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു BS6 ആണ്, വോൾവോ D8K, അതായത് ഒരു 8 സിലിണ്ടർ വണ്ടിയാണ്. 8K 6350 എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ്, ഡീസൽ എഞ്ചിനാണ്, കോമൺ റെയിലാണ്. ഇതിൻ്റെ ഔട്ട്പുട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 350 HP ആണ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് 2200 RPM അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോർക്ക് എന്ന് പറയുന്നത് വെറും 1200 മുതൽ 1600 RPM 1350 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാസീവായിട്ടുള്ള എഞ്ചിനാണ്. വളരെ മനോഹരമായിട്ടുള്ള എഞ്ചിൻ കണ്ടോ, പച്ച കളറിൽ. അത് നല്ല രസമുണ്ട്. ഈ ഒരു വോൾവോയുടെ എഞ്ചിൻസ് എല്ലാം ഈ ഒരു കളറിലാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പല യൂണിറ്റുകളും നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് ഇവിടെ റേഡിയേറ്റർ ഫാനും കാര്യങ്ങളും ഈ വശത്തുണ്ട്. അതുപോലെ AC കംപ്രസർ ഈ വശത്ത് കാണാം, എയർ ഇൻടേക്കിൻ്റെ പൈപ്പുകൾ കാണാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കൂളൻ ടാങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല സംവിധാനങ്ങളും ഓക്കെ ഇതിനകത്ത് ഇതിൻ്റെ ആൾട്ടർനേറ്ററും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് പറ്റും. ബെൽസും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം ഈ ഒരു എഞ്ചിൻ ബേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓണെ ക്ലോസർ ലുക്ക് നോക്കിയുണ്ടോ, ഇതിനകത്തെല്ലാം ഒരു റെയിലിങ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു റെയിലിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കോമൺലി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ പുതിയ സീരീസ് വാഹനങ്ങളിലാണ് ഇങ്ങനെ കോമൺലി വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ്
അല്ലെങ്കിൽ ഫയർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം നോസിൽസ് ആണ്. ഓക്കെ, ഫയർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ വശത്തും തീ പിടിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ എല്ലാ സൈഡിൽ നിന്നും എഞ്ചിനിൽ എഴുതിക്കേണ്ട നിങ്ങൾ അകത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ഒരു വശത്ത് നിന്ന് കുറച്ച് അകത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല, മുകളിൽ നിന്നൊക്കെ നോക്കേണ്ടി വരുമായിരിക്കും. അവിടെ എല്ലാം നമുക്ക് ഈ ഒരു ഫയർ ആക്സിഡൻറ്റിൻ്റെ ഈ ഒരു പ്രിവെൻഷൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീ പിടിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് സ്പ്രേ ചെയ്ത് ഈ ഒരു എഞ്ചിനകത്ത് എഞ്ചിൻ അല്ലെങ്കിൽ വണ്ടി കത്തിപ്പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ സ്പ്രേ ചെയ്ത് ഇത് മൊത്തം വാഹനത്തിനകത്ത് തീ അണയ്ക്കുന്നതിനുള്ള സിസ്റ്റംസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നേരത്തെ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും പുതിയതായിട്ട് വരുന്ന സീരീസിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാസഞ്ചറിന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വണ്ടിയുടെ വണ്ടി മൊത്തത്തിൽ തീ പിടിച്ചില്ല, എഞ്ചിൻ ക്യാബിൻ മാത്രമല്ല വാഹനത്തിനകത്ത് തീ ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും പാസഞ്ചറിന് പ്രശ്നമില്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിനകത്ത് സ്പ്രിംഗ്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകത്ത് കയറുന്ന സമയത്ത് കാണിക്കാം. ഇനി സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു വാഹനത്തിന് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ബാറ്ററി ബോക്സ് ആണ് വരുന്നത് ഈ ഒരു വശത്ത്. അതുപോലെ ഇവിടെ ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ട്രേ നമുക്ക് എന്താണെന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. ഇതാണ് ആ ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കാനുള്ള സിസ്റ്റമാണ് കേട്ടോ. നമുക്കൊരു 3 ടാങ്കിലുള്ള സിസ്റ്റംസ് ആണ് വരുന്നത്. ഇതിനകത്ത് വെള്ളമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് തോന്നുന്നു കേട്ടോ. അല്ലാതെ ഇനിയിപ്പോൾ എന്തൊരു കെമിക്കലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് 83 ലിറ്റേഴ്സിൻ്റെ ആണ് വരുന്നത് ടാങ്ക് വരുന്നത്. ഓക്കെ, 83 ലിറ്റേഴ്സിന് 2 ടാങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് അറിയത്തില്ല, എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഗ്യാസ് പ്രഷറാണ്, നൈട്രജൻ ആണ് ഇതിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്നത്. അതായത് വെള്ളം ഭയങ്കര ഫാസ്റ്ററായിട്ട് ഈ പറയുന്ന ടാങ്കിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രഷർ പമ്പ് കൊണ്ട് തന്നെ എല്ലായിടത്തും വളരെ ഫാസ്റ്റായിട്ട് സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ വോൾവോയിൽ വന്നിരിക്കുന്ന ഫയർ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ സിസ്റ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ബസ്സാണ് കേട്ടോ, ഈ ഫയർ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ സിസ്റ്റം ഉള്ള ആദ്യത്തെ ബസ്സാണ്. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പറയുന്ന പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വോൾവോ ബസ്സുകൾക്ക് വേണ്ടി ലൈക്ക് SR എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ആ കാലഘട്ടത്തിൽ ബാംഗ്ലൂർ 2 ബസ്സുകൾ ആക്സിഡൻറ്റ് ഉണ്ടാകുകയും ആക്സിഡൻറ്റ് ഉണ്ടായി ഫയർ ആകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, 2 കമ്പനികളുടെ ബസ്സുകൾ. അപ്പോൾ അതിനുശേഷം ഭയങ്കര ഒരു അടുപ്പിച്ചാണ്, അതും വളരെ എന്താ പറയുക 2 ആഴ്ച ഗ്യാപ്പിനാണ് 2 ബസ്സുകൾ കത്തിപ്പോകുന്നത്. അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. വോൾവോയുടെ ഒരു സേഫ്റ്റിയെക്കുറിച്ച് എന്നൊക്കെ ഒരുപാട് ചർച്ച ആയിട്ടുണ്ടെങ്കിലും അത് വേറെ കുറേ കെമിക്കൽ മെറ്റീരിയൽസ് ഒക്കെ വാഹനത്തിനകത്ത് കൊണ്ടുപോയതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞ കമ്പനി ഭയങ്കരമായിട്ട് സമ്മർദ്ദത്തിലായിരുന്നു. കാരണം 2 ബസ്സുകൾ അടുപ്പിച്ച് കത്തിപ്പോകുക പറയുമ്പോൾ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയിരുന്നത് അതിനകത്ത് എന്തൊക്കെ കെമിക്കലായിട്ടുള്ള എക്സ്പ്ലോസീവ്സ് പോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് വണ്ടി അങ്ങനെ ഫയർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം എന്താണെങ്കിലും അങ്ങനെ ഒരു ചാൻസസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ വീണ്ടും ഈ ഫയർ സേഫ്റ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം എഞ്ചിൻ്റെ സൈഡൊക്കെ അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടി തുടങ്ങി. ഓക്കെ, ഈ വശത്തും ഫ്യൂൽ ടാങ്ക് ഉണ്ട്, 2 ടാങ്കുകളാണ് വണ്ടിക്കകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനിയിപ്പം ഡ്രൈവറിൻ്റെ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഡ്രൈവറിൻ്റെ ഡോർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ സീറ്റ്സ് നമുക്ക് കാണാനായിട്ട് വരും. സാധാരണ കാർസിനകത്തൊക്കെ ഉള്ള പോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്, എയർ സസ്പെൻഡഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് കൂട്ടാൻ കുറയ്ക്കാനും നമുക്ക് പറ്റും കേട്ടോ. അതിൻ്റെ ഒരു സംവിധാനങ്ങളും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലോട്ടൊക്കെ നമുക്കിത് സ്ലൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു ബാക്ക് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു കൺസോളും ക്യാബിനും നമുക്ക് അകത്ത് കയറുമ്പോൾ കുറച്ചും കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതിൻ്റെ ഡോസും കാര്യങ്ങളൊക്കെ ഡ്രൈവേഴ്സിന് ഈസി ആയിട്ട് കയറാൻ പറ്റും. കാരണം വലിയ ഹൈറ്റ് ഇല്ല, ജസ്റ്റ് 2 ഫുട് സ്റ്റെപ്പുകളുണ്ട്, നേരെ കയറാനായിട്ട് പറ്റുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് നടന്ന് അകത്തേക്കൊന്ന് പോകാം. അപ്പോൾ ഏറ്റവും പുതിയ 9600 കോക്പിറ്റിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കോക്പിറ്റ്സ് ആണ്. പ്രത്യേകിച്ച് ഭയങ്കര ഷേപ്സ് ആണ് അതിൻ്റെ ഒരു ഡാഷ്ബോർഡ് കാണാനായിട്ട്. നമുക്ക് സ്റ്റിയറിംഗിലേക്ക് എടുത്ത് പറയുകയാണെങ്കിൽ വോൾവോയുടെ ആ സിഗ്നേച്ചർ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹോണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ സ്റ്റിയറിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിത് കണ്ടോ, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് ആണ്, ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് ആയിട്ടാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനൊരു ലിവർ ഉണ്ട് കേട്ടോ, നമ്മളിവിടെ ചവിട്ടി പിടിക്കുമ്പോഴാണ് നമുക്കിത് ഇങ്ങനെ മാറ്റാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ആ ലിവേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു താത്ത് വെക്കാം, എന്നാലേ നിങ്ങൾ കറിച്ചോടെ താത്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വോൾവോയുടെ ആ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് നമുക്ക് ഭയങ്കര എന്താ പറയുക ഡിജിറ്റൽ ഡിസ്പ്ലേസ് ഒന്നുമല്ല, അനലോഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരം തരത്തിലുള്ള ബസ്സുകൾക്ക് അനലോഗ് ഡിസ്പ്ലേസ് ആയിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംവിധാനം അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. എയറിൻ്റെ ടാങ്കുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. ഫ്യൂവലിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പ്രഷർ ബാറൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അത് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെയുള്ള കുറച്ച് മീറ്റേഴ്സാണ്. അതിനകത്തൊരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു 4 ഇഞ്ചിൻ്റെ ഒരു ചെറിയ സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എറർ കോഡ്സ് വെച്ചായിട്ടാണ് വാഹനത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇനി ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗിൻ്റെ അടിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടാർഡറിൻ്റെ ബ്രേക്കിങ്സും അതൊക്കെ റിട്ടാർഡറിൻ്റെ സെറ്റസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ലൈറ്റ്സിൻ്റെ സ്വിച്ചസും ഒക്കെയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ
ലൈക്ക് ഇതാ ഈ വശത്തേക്ക് വരികയാണെങ്കിൽ കുറേ ലൈറ്റ് ക്ലസ്റ്ററുകൾ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എയർ ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. AC ആണ്, ജെറ്റാക്കിൻ്റെ AC ആണ്. ആ AC യുടെ കൺട്രോൾ ഈ വശത്താണ് വരുന്നത്, അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലാംപ്സിൻ്റെ ഒക്കെ സ്വിച്ചസ് ആണ് ഇവിടെ പൊതുവേ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ മാസ്റ്റർ കിൽ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാഹന ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഒരു സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അതുപോലുള്ള ബാറ്ററിയുടെ കൺട്രോൾസ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വിച്ചസ് എല്ലാം ഈ വശത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഇവിടെയും നമുക്ക് ഒരുപാട് സ്വിച്ചസ് കാണാം. വാഹനത്തിനകത്ത് ഡിമ്മർ, ആംപ്ലിഫയർ, റീഡിംഗ് ലാംപ്സ്, TV, ക്യാമറ, 3 ക്യാമറാസ് വരുന്നത്, ഇൻവേർട്ടേഴ്സ്, വാഹനത്തിനകത്ത് റൂട്ട് ബോർഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ എല്ലാ സ്വിച്ചസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഇവിടെ ഒരു 4 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ ഉണ്ട്. നമ്മൾ റിവേഴ്സിൽ എൻഗേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ ബാക്കിലെ ആ ക്യാമറ ഓൺ ആക്കാനുള്ള സംവിധാനമാണ്. ഡോർ ഓപ്പണും ക്ലോസും ചെയ്യാനുള്ള സ്വിച്ചസ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എമർജൻസി സ്വിച്ചാണ്, അതായത് നമുക്ക് പാസഞ്ചറിന് എന്തെങ്കിലും SOS അത്യാവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കത്ത് നിൽക്കും. ഓക്കെ, ഓരോ സീറ്റ്സിന് അവിടെയും അതിൻ്റെ ഒരു സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇതാണ് ലാംപ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈവറിന് ചാർജ് ചെയ്യാനുള്ള USB പോർട്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയാണ് ഫയർ അലാം സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് എല്ലാം ഉണ്ട്. നമ്മൾ നേരത്തെ താഴെ കണ്ടില്ല, അതിൻ്റെ ഫയർ അലാംസിൻ്റെ കൺട്രോൾ സിസ്റ്റംസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. പല യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഫയർ ഉണ്ടെങ്കിൽ അവിടെ ലൈറ്റ്സ് ഇഗ്നേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു 9 കളറുള്ള ലൈറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ ആയിരുന്നു കേട്ടോ ഈ വാഹനത്തിൻ്റെ ലോഞ്ച് എന്ന് പറയാം. വോൾവോ കമ്പനിയിൽ നിന്ന് നേരിട്ട് ട്രിവാൻഡ്രത്ത് മാസ്കറ്റ് ഹോട്ടലിൽ പ്രതിനിധികൾ വന്ന് ഈ വാഹനം കൈമാറുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പൂവും സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഗിയർ ലിവറാണ് കാണുന്നത്. ഇതാ ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ എന്ന് പറഞ്ഞാൽ 6 സ്പീഡായിട്ട് വരുന്ന ഗിയർ ബോക്സ് ആണ് വരുന്നത്. അത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് റിവേഴ്സ് ആണ് കണ്ടോ. 1, 2, 3, 4, 5, 6 നമ്മുടെ കാറിൻ്റെയൊക്കെ ഗിയറൊക്കെ പോലെ തന്നെയാണ് സംഭവം ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് കണ്ട് ഇവിടെ ഒരു ഗണപതിയുടെ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു വിഗ്രഹം, ഒരു തടിയിൽ കൊത്തിയിരിക്കുന്ന വിഗ്രഹം ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ണി ഗണപതി ഉണ്ണി കൃഷ്ണനെ നമുക്ക് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. ഒരു മയിൽപ്പീലി ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ, കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളുടെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ഐഡൽസ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക, വിശ്വാസമുള്ളവർക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നും നമ്മളൊക്കെ ബസ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രൈവർമാർ എല്ലാ ദിവസവും അമ്പലങ്ങളിൽ പോയി പൂജ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തേക്കാണ് പഴവങ്ങാടി പോയി തേങ്ങയൊക്കെ ഉടയ്ക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് പുതിയ വാഹനങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത്. അല്ലെങ്കിൽ തേങ്ങ വിഘ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തേങ്ങയൊക്കെ ഉടച്ചിട്ട് പോകുന്ന സംവിധാനങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇന്നലത്തെ പരിപാടിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ പൂക്കളും ബൊക്കകളും ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഡിസ്പ്ലേ ബോർഡാണ്. വാഹനത്തിൻ്റെ പേരോ അല്ലെങ്കിൽ റൂട്ടോ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്ലേ ഉള്ള ബോർഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വലിച്ചാൽ മതി. ഒരു വലിയ സൺസ്ക്രീനാണ്. താഴെ വരെ നമുക്ക് വലിച്ചു വെക്കാൻ പാകത്തിലുള്ള ഒരു സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇവിടെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഫ്രണ്ട് വശത്തുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ ഈ ഒരു ഡോറിൻ്റെ കയറി വരുന്നുണ്ട്. ഇപ്പോൾ എയർ ഓപ്പറേറ്റഡ് ഡോർസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്യാമറ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ക്ലീനറിനൊക്കെ ഇരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അറ്റൻഡൻറ്റിന് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സീറ്റാണ്. ഓൾട്ടോ ഫോൾഡബിൾ ആണ്, കാരണം സ്പ്രിംഗ് ലോഡഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. അപ്പോൾ നമുക്ക് സുഖകരമായിട്ട് നമുക്ക് ഇരിക്കേണ്ടി പറ്റും. പിന്നെ ഒരു വാഹനത്തിൻ്റെ ഡെക്കിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ വശത്ത് നിന്ന് കാണിക്കുന്നുണ്ടല്ലോ ഇപ്പുറത്തോട്ട്. അപ്പം ഡെക്കിലേക്ക് വരുവാണെങ്കിൽ ഭയങ്കര തിയേറ്റർ ടൈപ്പ് ഡെക്കുകളാണ്. അതായത് ഭയങ്കര ഹൈറ്റിലാണ് ഈ ഡെക്ക് ഇരിക്കുന്നത്. കാരണം അവിടുന്ന് സ്റ്റെപ്സ് കയറി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബാക്കിലോട്ട് ഒക്കെ സ്റ്റെപ്സ് കയറി വന്നു കഴിഞ്ഞാൽ നല്ല പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതായത് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റ് അവിടെയാണ്. എന്താ അവിടെ നിന്ന് കാണിച്ചേ. ഓക്കെ, അവിടെ നിന്ന് ഞാൻ ഇരിക്കുന്ന പൊസിഷനിലേക്ക് നോക്കിയോ, കാരണം ഞാൻ ഇത്ര ഹൈറ്റിലാണ് പൊതുവേ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഗ്ലാസ് ഏരിയയിലൊക്കെ നോക്കുവാണെങ്കിൽ ഭയങ്കര ഒരു വിസിബിലിറ്റി ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു സീറ്റ് റിസർവേഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സാണ്, അങ്ങനെ ആവശ്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ബസ് കോഡിയുടെ ബോഡിയുടെ ഭാഗമായിട്ട് അവർക്കൊരു റിസർവേഷൻ കൊടുത്തതായിരിക്കും. അപ്പം നമ്മൾ ഈ വാഹനത്തിൻ്റെ സീറ്റ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓക്കെ, ആ വശം ഞാൻ പറഞ്ഞു തന്നില്ലല്ലോ, ആ വശത്തേക്ക് നോക്കുക. അവിടെ നമുക്കൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു ഇൻവേർട്ടറിൻ്റെ ഒരു പ്ലഗും പോയിന്റുകളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേ എമർജൻസിയുടെ ലാമ്പാണ്. അതായത് ആരെങ്കിലും അവിടെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബീപ്പടിച്ച് നമുക്ക് ബീപ്പടിക്കുകയും ചെയ്ത് ലൈറ്റ് വരികയും ചെയ്യും. ഇവിടെ ക്യാമറ നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, സീറ്റുകളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പുഷ് ബാക്ക് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. വേണം ഫുള്ളായിട്ട് പുഷ് ബാക്ക് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. പിന്നെ ഇതിനകത്ത് ഫുഡ് റെസ്റ്റ് ഈ ഒരു വാഹനത്തിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ലെഗ് പാഡ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു റെസിൻ മെറ്റീരിയലാണ് കേട്ടോ. സാധാരണ ഒരു ഫാബ്രിക് മെറ്റീരിയലൊക്കെ വരും. പക്ഷേ ഈ ടൂറൊക്കെ പോകുന്ന ഓപ്പറേഷൻ്റെ സമയത്ത് ആൾക്കാർ കൃത്യമായിട്ടത് പാലിച്ചില്ലെങ്കിൽ അത് ചീത്തയായി ചെളി പിടിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിന് മുകളിൽ സീറ്റ് കവേഴ്സ് വരുമായിരിക്കും. മുകളിൽ അവരുടെ RTTയുടെ ഇതുള്ള സീറ്റ് കവേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള
സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലെ കൾച്ചർ അനുസരിച്ച് എല്ലാ ബസ്സുകൾ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും സീറ്റ് ബെൽറ്റ് വേണമെന്നുള്ളതാണ്. നമ്മളിവിടെ അത്തരം പ്രാവർത്തികമാക്കി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, തായ്ലൻഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവർ നമ്മളോട് നിർബന്ധമായിട്ടും ഈ പറയുന്നത് സീറ്റ് ബെൽറ്റ്സ് ലോക്ക് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, വോൾവോ എന്ന് പറയുമ്പോൾ സേഫ്റ്റിയുടെ ആണല്ലോ അവർ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 2 പേർക്ക് കൈവെക്കാൻ വേണ്ടിയുള്ള ആംബ്രസ്റ്റ് ഉണ്ട്. 2 പേർക്ക് 2 പേര് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത സാധനം കോമൺ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സീറ്റാണ് കേട്ടോ. നടുവിനൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. കണ്ട് ഇത്രയും ചെരിഞ്ഞ് കടന്ന് പോകുമ്പം യാത്രകൾ കുറച്ചും കൂടെ മനോഹരമാവും. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളെ കാണിക്കാനുള്ളത്. ഈ കണ്ടോ, ഈ കാണുന്നത് നമ്മൾ പറയുന്നതാണ് ആ ഫയറിൻ്റെ ഡിക്റ്റേഷൻ, സ്മോക്ക് ഡിക്റ്റേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് സ്പ്രിംഗ്ലറും കൂടെയാണ്. വണ്ടിക്കകത്ത് വെള്ളം സ്പ്രേ ചെയ്യുന്നതായിട്ട് നമുക്ക് തീ പിടിച്ച് കഴിഞ്ഞാൽ വെള്ളം സ്പ്രേ ചെയ്യും. ഓക്കെ, അതിൻ്റെ യൂണിറ്റുകളാണ്. ഇത് ഡിക്റ്റേഷൻ, സ്മോക്ക് ഡിക്റ്റേഷൻ സിസ്റ്റം മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതാണ് സ്പ്രിംഗ്ലർ. ഇതുണ്ടോ, ഒരു പൈപ്പിംഗ്, ഒരു റെയിലിംഗ് ഇവിടെ പോയിട്ടുണ്ട്. ആ പൈപ്പിങ്ങിനകത്ത് ഇതാണ് സ്പ്രിംഗ്ലർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നിന്ന് വെള്ളം വളരെ അതിശക്തമായിട്ട്, കാരണം താഴെ നൈട്രജൻ ടാങ്ക് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ചീറ്റും. അത് വാഹനത്തിൻ്റെ പല വശത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിനകത്ത് തീ പിടിച്ചാലും ആ വാഹനത്തിനകത്ത് തീ അണയ്ക്കാനുള്ള സംവിധാനം ഓട്ടോമാറ്റിക്കലി വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യാതൊരു കാരണവശാലും പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു TV വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, അത് എങ്ങനെയാണ് അത് നിവർത്തുന്നത് എനിക്കൊരു പിടിയില്ല, കാരണം ഇതിൻ്റെ ഡ്രൈവർ പുറത്തേക്ക് പോയേക്കുക. നമ്മളത് ബലം പിടിച്ചത് പൊട്ടിക്കുന്നില്ല. എന്തായാലും TV നമുക്ക് നിവർത്തി വെക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പം സീറ്റ്സിൻ്റെ ലേഔട്ടും കാര്യങ്ങളൊക്കെയാണ്. കാരണം അത്യാവശ്യം ഈ പറയുന്ന ഒരു ഗ്യാങ് വേ എന്ന് പറയുമ്പോൾ ഇച്ചിരി വീതിയൊക്കെ ഉള്ളൊരു ഗ്യാങ് വേണം. കൂളായിട്ട് നടന്നു പോകാനുള്ള രീതിയിലൊക്കെയാണ് അത് കൈകാര്യം ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സ്പ്രിംഗ്ലേഴ്സൊക്കെ നമുക്ക് ഇവിടെയും കാണാം കേട്ടോ. ഇവിടെ നമുക്ക് ആ സ്പ്രിംഗ്ലേഴ്സ് കാണാനായിട്ട് പറ്റും. മുകളിൽ നമുക്ക് പാസഞ്ചേഴ്സിൻ്റെ ലഗേജസ് വെക്കാനുള്ളൊരു ക്യാബിനാണ്. പിന്നെ ഇതൊരു ടൂർ വണ്ടി ആയതുകൊണ്ട് അവിടെ ചെറിയൊരു ആംപ്ലിഫയർ സംവിധാനം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ബാസ് ട്യൂബുകളോ എന്ത് വേണമെങ്കിലും വയ്ക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാനദണ്ഡം അനുസരിച്ച് പല പ്രശ്നങ്ങളുണ്ട്. റൂഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ AC-യുടെ ഫിൽറ്ററിൻ്റെ ഒരു സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എല്ലാം ആ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് വണ്ടിക്കകത്ത് 1, 2, 3 ഈ ഗ്യാങ് വേയിൽ തന്നെ 3 ഉണ്ട്. അത് കൂടാതെ സൈഡ്സിലൊക്കെ ഈ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സീറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു മിനിറ്റ്, ചാർജിങ് സോക്കറ്റ് നമുക്ക് ഈ ഒരു സീറ്റ്സിന് മുകളിൽ എന്തൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. AC-യുടെ വെൻറ്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് പറ്റും. നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന AC-യുടെ വെൻറ്റുകളാണ്. അതുപോലെ തന്നെ നമുക്ക് റീഡിംഗ് ലാമ്പ് ഉണ്ട് കേട്ടോ. അതിൻ്റെ സ്വിച്ചസ് അവിടെ ഓഫ് ആയിട്ടുണ്ടല്ലോ, ഇവിടെ ലൈറ്റ്സ് തെളിയുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഒരു ചെറിയ സ്പീക്കർ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഈ ഒരു റൂഫിൽ വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. സാധാരണ ഈ ഒരു വാഹനത്തിനകത്ത് ഓക്കെ, ഞാൻ തപ്പി നടന്ന സാധനം ഇതാണ് കേട്ടോ. നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സീറ്റ്സിൻ്റെ ബാക്കിൽ ലേഔട്ട് നമുക്ക് നോക്കാം. ബാക്കിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഒരു ബോട്ടിൽ ഹോൾഡർ ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ബിസ്ക്കറ്റൊക്കെ മേടിച്ച് വെക്കാനുള്ള ഒരു ട്രേ നമുക്കും കാണാം. അതുപോലെ നമുക്ക് കാല് ചവിട്ടാനുള്ള ഒരു സംവിധാനം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലെഗ് പാഡ് ഇല്ലെങ്കിൽ നമുക്ക് കാല് ചവിട്ടിയിരിക്കാനുണ്ട്. അതായത് ബ്രേക്കൊക്കെ അടിച്ച് അങ്ങ് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കാല് ചവിട്ടിയിരിക്കാനുള്ള സംവിധാനം ഇവിടെ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും ബാക്ക് സൈഡിലേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെയൊക്കെ മറ്റേ AC-യുടെ ഒക്കെ ആ ഫിൽറ്ററുകളാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. എമർജൻസി എക്സിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉണ്ട്, ഇതിനകത്ത് ഒരു സ്റ്റെപ്പ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആക്സിഡൻസോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ സ്റ്റെപ്പ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്ത് അവിടെ ചാടി ഇറങ്ങാൻ പാകത്തിന്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ബസ്സിൽ കാണുന്നത്. ബാക്കിലെ സീറ്റ്സ് നമുക്ക് റിക്ലൈൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ബാക്കിലെ ഒത്തിരി നമുക്ക് പോകുന്നില്ല, ലൈക്ക് പോകുന്നുണ്ട് കേട്ടോ. ബാക്കിലെ സീറ്റ്സ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ബാക്ക് റോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം മറ്റേ SOSൻ്റെ ലൈക്ക് നമുക്ക് എമർജൻസി വരുമ്പോൾ ഉള്ള സ്വിച്ചസും കാര്യങ്ങളുണ്ട്. അതുകൂടാതെ മറ്റേ ഹാമറുണ്ട്. ഹാമർ എന്താണെന്ന് അറിയില്ല, ഗ്ലാസ് തല്ലി പൊട്ടിക്കാൻ വേണ്ടിയാണ് ഒക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ താഴോട്ടൊക്കെ വരുവാണെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് സിസ്റ്റംസ് ഇത് കൂടാതെ ഈ വെള്ളം ഒഴുക്കുന്ന പരിപാടി അല്ലാതെ ഈ സാധനങ്ങൾ കൂടെ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുവാണെങ്കിൽ ആ ഗ്ലാസ് പിന്നെ ബാക്കിൽ ഒരു ബോർഡും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 1,60,00,000 രൂപയാണ് കേട്ടോ. അത്രയാണെന്നാണ് അറിയാനായിട്ട് നമ്മൾ സാധിച്ചത്. 1.5 മുതൽ 2 കോടി രൂപ വരെയാണ് ഓൺലൈനിൽ കിടക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ഈ സിസ്റ്റംസും കസ്റ്റമൈസേഷൻസ് ഒക്കെ വരുമ്പോഴത്തേന് അത്രയാവും. ഇനി മൾട്ടി ആക്സിലേക്ക് വരുമ്പോൾ തന്നെ ഏകദേശം 2 കോടി അടുപ്പിച്ച് വില വരും എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ ഈ വാഹനങ്ങൾ മേടിക്കുന്ന സമയത്ത് 1.25 കോടി രൂപയൊക്കെയാണ് മൾട്ടി ആക്സിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രൈസസ് ഒക്കെ ഒത്തിരി മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വാഹനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയണം. കാരണം ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ബസ് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഡെലിവർ ആയിരിക്കുന്നത്. ഈ 9600 വരുന്ന സിംഗിൾ ആക്സിൽ 12 മീറ്റർ ബസ്സിനകത്ത് ഫയർ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് രമ്യ ട്രാവൽസിനെ കോൺടാക്ട് ചെയ്യാം. ഏതവസ്ഥയിൽ പോയെന്ന് പറഞ്ഞാലും ജീവനോടുകൂടി നമുക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കും. പിന്നെ മുകളിലിരിക്കുന്നവിടെ കനിയാണ്, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് മനുഷ്യനായിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന എല്ലാ സിസ്റ്റംസും സേഫ്റ്റിയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് നമുക്ക് വാഹനം നമുക്ക് കയറ്റത്തൊക്കെ നിൽക്കുകയാണെന്നുകൊണ്ട് തിരിച്ചിറങ്ങി വരാതിരിക്കാനുള്ള ഹിൽ ഹോൾഡ് അസിസ്റ്റുകളും
അതുപോലെ തന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി പ്രോഗ്രാമുകളും ESP ഒക്കെ വാഹനത്തിലുണ്ട്, ABS ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടാതെ നമുക്ക് പ്രത്യക്ഷത്തിൽ പാസഞ്ചേഴ്സിന് യാതൊരു പ്രശ്നത്തിൽ തീ പിടിച്ചാൽ പോലും കത്തി പോകാതിരിക്കാൻ അല്ലെങ്കിൽ വെന്തുരുകി പോകാതിരിക്കാനുള്ള എല്ലാ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ എഴുതുക. അതുപോലെ നമ്മുടെ പേജസ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. സോ എഗെയിൻ, ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.